അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് 10 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പുല്ലഞ്ചേരിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. സൈഫുദ്ദീൻ ആൻഡ് ആദില റിൻഷി ദമ്പതികളുടെ വീടാണ്. അറ്റാച്ച്ഡ് 3 ബെഡ്റൂം, ലിവിംഗ്, ഡൈനിങ് ഏരിയ, കിച്ചൺ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. റോഡിനെയും പ്ലോട്ടിനെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നത്. വീടിന്റെ അതേ കളർ ടോൺ ആണ് കോമ്പൗണ്ട് വാളിന് കൊടുത്തിട്ടുള്ളത്. മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് റൂഫ്, LED ലൈറ്റ്സ്, പ്രൊഫൈൽ ലൈറ്റ്സ്, സ്പോട്ട് ലൈറ്റ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ് കൂടാതെ സ്ലൈഡിംഗ് ഡോറിലാണ് വിൻഡോസ് നൽകിയിരിക്കുന്നത്. അതുപോലെ ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ ആണ് വീടിന്റെ കളർ ടോൺ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആംബിയൻസിന് നല്ല രീതിയിൽ തന്നെ ഇവയെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. മുകളിൽ ഈ കാണുന്ന ബാൽക്കണി ഫസ്റ്റ് ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ്. ആ ബെഡ്റൂമിൽ നിന്നും ഹട്ട് പോലെ മുകളിലേക്കൊരു എക്സ്ട്രാ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ബാൽക്കണിയാണ് അതിന്റെ മുകളിൽ കാണുന്നത്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഉള്ളിൽ നിന്ന് പരിചയപ്പെടുത്താം. സിറ്റ് ഔട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്ക് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പോർച്ചും സിറ്റ് ഔട്ടും ഒക്കെ പില്ലറിലാണ് കൊടുത്തിട്ടുള്ളത്. പാരപ്പറ്റിന്റെ ഹാൻഡിൽ GI പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് വുഡൻ ടച്ച് വരുന്ന പെയിന്റും നൽകിയിട്ടുണ്ട്. പോർച്ച് സീലിംഗ് ചെയ്തിട്ടുണ്ട്. ജിപ്സം കൊണ്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ്സ്, LED ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി വീടിന്റെ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രലാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് വുഡൻ ടച്ച് വരുന്ന ടൈലാണ്. സ്റ്റെപ്പിന്റെ 2 സൈഡിലായിട്ടും ബോക്സ് രീതിയിലാണ് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത്. അതിൽ നാച്ചുറൽ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിലായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ പോർച്ചിന്റെ സൈഡിലായിട്ടും പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൊത്തം ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാർബോണേറ്റ് ആണ്. സിറ്റ് ഔട്ടിന്റെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂവർ ഡിസൈനിങ് ആണ്. PVC മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇടയിലായിട്ടൊരു ഡിസൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഹാങ്ങിങ് ലൈറ്റ്സ് ആണെങ്കിലും നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ കാണുന്ന ഈ ഫില്ലറിൽ വുഡൻ ടച്ച് വരുന്ന ടൈല് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ വിൻഡോസ് എല്ലാം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടഫൻ ഗ്ലാസ്സിൽ സ്ലൈഡിംഗ് ഡോറാണ് വിൻഡോസിനെല്ലാം കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ വീടിന്റെ ഉള്ളിലേക്ക് വെന്റിലേഷൻ ലഭിക്കുന്ന രീതിയിലാണ് വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ വർക്ക് കൊണ്ട് 3 ബെഞ്ചുകളായിട്ടാണ് ഇവിടെ സിറ്റിങ്ങിനായിട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെ കാണുന്ന വിൻഡോസും ഈ ഒരു സിറ്റിങ്ങും വൈറ്റ് കളർ തീമിലായതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിന്റെ മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ജിപ്സം കൊണ്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇടയിൽ LED ലൈറ്റ്സ്, പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഡോറിലേക്കാണ്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു സൈഡിലാണ് മെയിൻ ഡോർ കൊടുത്തിട്ടുള്ളത്. ഫെറോ ഡോറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോറിൽ സിമ്പിൾ ഡോർ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് 2 ഹാൻഡിലും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറിന്റെ മുകളിലായിട്ട് അക്രിലിക് ഷീറ്റ് കൊണ്ടൊരു ഡിസൈനിങ്ങും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയയിൽ കോർണർ സെറ്റ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഗ്രീൻ കളറിലുള്ള സോഫ സെറ്റ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു വോളിനോട് മാച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെ സെറ്റ് സെലക്ട് ചെയ്തതുകൊണ്ട് നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. സെറ്റ് വരുന്ന ഭാഗത്തായിട്ട് വുഡൻ ടച്ച് വരുന്ന ടൈലാണ് നൽകിയിട്ടുള്ളത്. സെൻട്രൽ പോർഷൻ ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് അതിന്റെ മുകളിലാണ് ടീ ടേബിൾ നൽകിയിട്ടുള്ളത്. അതിന്റെ ഇടയിലൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിനെല്ലാം കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. നോർമൽ രീതിയിൽ ക്ലോത്തിൽ വരുന്ന വൈറ്റ് കളറിലുള്ള കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വിൻഡോസിന്റെ 2 സൈഡിലായിട്ടും ലൂവർ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. PVC മെറ്റീരിയലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ജിപ്സം കൊണ്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ്സ്, LED ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന വിൻഡോസ് ബെഡ്റൂമിൽ നിന്നുള്ള വിൻഡോസ് ആണ്. ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇവിടെ വിൻഡോസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ചാനലിൽ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണാം, സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു വർക്ക് കാണുന്നത് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. GI പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇടയിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഹാളിലേക്കാണ്.
ഡൈനിങ് ഏരിയയുടെ മുകളിൽ കൊടുത്ത സീലിംഗ് വാർണിഷ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തതാണ്. ഈ ഒരു ഡിസൈനിങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വീടിന്റെ പ്ലാനും ഡിസൈനിങ്ങും ഒക്കെ ഈ വീടിന്റെ ഓണറായ സൈഫുദ്ദീന്റെ ഐഡിയാസ് ആണ് കേട്ടോ. ഒരുപാട് വർക്കുകൾ ഇദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട്. വിൻഡോസ്, വാൾഡ്രോബ്, സീലിംഗ്, കിച്ചൺ വർക്ക്, സ്റ്റെയർ കേസിന്റെ വർക്കുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഐഡിയാസ് പ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജോബും അത് തന്നെയാണ്, വാൾഡ്രോബ്, വിൻഡോസ് ഒക്കെ ചെയ്യുന്ന ജോബ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇവിടെയാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടുള്ള ഫർണിച്ചറോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിളാണ്. ടോപ്പിലായിട്ട് മാർബിൾ ഡിസൈൻ വരുന്ന ഗ്ലാസ് നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടും നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന വിൻഡോസ് കിച്ചണിലേക്കുള്ള വിൻഡോസ് ആണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഭക്ഷണം പാസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ പ്ലാന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. വീടിൻ്റെ ഓണറെ ഇഷ്ടപ്രകാരം ഡിസൈൻ ചെയ്തെടുത്ത വീടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്ലാൻ ഇല്ല. ഇനി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലായിട്ട് ഇൻബിൽട്ട് ആയിട്ടുള്ള ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി പ്രയർ റൂമിലേക്കാണ്. പ്രയർ റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് പർഗോള ഡിസൈൻ ആണ്. ഓപ്പൺ ആയിട്ടുള്ള എൻട്രൻസ് ആണ് പ്രയർ റൂമിൽ നൽകിയിട്ടുള്ളത്. താഴെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ജിപ്സം കൊണ്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒരുപാട് ലൈറ്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട് നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. വീടിൻ്റെ ഓണർ സൈഫുദ്ദീൻ്റെ അനിയനാണ് ഇലക്ട്രിക് വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. പുതിയൊരു വീട് വെക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അങ്ങനെ നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ കളർ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാഷിംഗ് ഏരിയയുടെ ഫ്ലോറിൽ വുഡൻ ടച്ച് വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇടയിലൊക്കെ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. കോർണർ സെറ്റാക്കിയിട്ട് പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള വാഷിംഗ് ബേസാണ് കൊടുത്തിട്ടുള്ളത്. വാഷിംഗ് ഏരിയയുടെ വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂവർ ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. സെൻട്രലായിട്ട് നല്ല ഭംഗിയുള്ള മിററും കൊടുത്തിട്ടുണ്ട്. മുകളിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ്. വാഷിംഗ് ഏരിയയുടെ അടുത്താണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറ് റെഡിമെയ്ഡ് ഡോറാണ്. വളരെ സിമ്പിളായിട്ടാണ് ബെഡ്റൂംസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂംസിൻ്റെ സൈസ് വരുന്നത് 10x10 ആണ്. സെൻറ്ററിലാണ് കോട്ട് നൽകിയിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് ബോർഡ് പ്ലൈവുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇടയിൽ ഗ്രൂ ഡിസൈനും നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ 2 സൈഡിലായിട്ടും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എല്ലാ വിൻഡോസും സ്ലൈഡിംഗ് ഡോറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിൽ വാർണിഷ് അടിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ ജിപ്സം കൊണ്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സ്പോട്ട് ലൈറ്റ്, LED ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വിൻഡോസിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്താണ് മിറർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് ലിവിംഗ് ഏരിയയിലേക്ക് കാണുന്ന വിധത്തിൽ ഇവിടെ ഒരു വിൻഡോസും കൊടുത്തിട്ടുണ്ട്. കോട്ടിന്റെ ഈ ഭാഗത്താണ് വാൾഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. PVCയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാൾഡ്രോബിനോട് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവാത്ത രീതിയിലാണ് ബാത്റൂമിന്റെ ഡിസൈനിങ് നൽകിയിട്ടുള്ളത്. ഈ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഓണർ സൈഫുദ്ദീൻ ആണ്. അവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള വാൾഡ്രോബ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ വീണ്ടും ഡൈനിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. 10x10 ആണ് ഈ ബെഡ്റൂമിൻ്റെ സൈസും വരുന്നത്. സെൻട്രലായിട്ടാണ് കോട്ട് നൽകിയിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് ബോർഡ് പ്ലൈവുഡിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. കോട്ടിൻ്റെ ഈ ഒരു സൈഡിലാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. PVCയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാൾഡ്രോബിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ബാത്റൂമിൻ്റെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോറുമിലാണ് മിറർ യൂണിറ്റും നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കിച്ചണും കൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളൂ. അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇതാണ് കിച്ചണിലേക്കുള്ള ഡോറ്.
ഇനി സ്റ്റെയർ കേസിലേക്കാണ്. ഇൻട്രസ്റ്റൽ വർക്ക് കൊണ്ടാണ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് PVC ലൂവർ നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽ GI പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് വുഡൻ ടച്ച് വരുന്ന പെയിന്റും നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കത്തുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഓരോ ഭാഗങ്ങളും വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി ലാൻഡിങ് വരുന്ന സ്ഥലത്ത് ലോങ് ആയിട്ടുള്ള വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ഗ്ലാസ് ആയതുകൊണ്ടും സ്ലൈഡിംഗ് ഡോർ ആയതുകൊണ്ടും നല്ലൊരു വെന്റിലേഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിൽ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. വിൻഡോസിന്റെ 2 സൈഡിലായിട്ടും ഫ്ലവർ വേസ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ലാൻഡിങ് വരുന്ന സ്പേസിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണിത്. ഇവിടെ മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ്. ഇവിടെ സീലിംഗിൽ ഒരുപാട് LED ലൈറ്റ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഈ ബെഡ്റൂമാണ് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ബാൽക്കണി കാണുന്ന ബെഡ്റൂം. ഈ സ്റ്റെയർ കേസ് വരുന്നത് ഇതിന്റെ മുകളിൽ ഹട്ട് പോലെ, അതായത് ഒരു എക്സ്ട്രാ റൂം പോലെ ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്റ്റെയർ കേസ് ആണിത്. സെൻട്രലാണ് ബെഡ് കോട്ട് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. സ്ലൈഡിംഗ് ഡോറിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിൽ ഫ്ലോർ കൊടുത്തിട്ടുള്ളത് വുഡൻ ടച്ച് വരുന്ന ടൈലാണ്. ഹാൻഡിൽ നൽകിയിട്ടുള്ളത് GI പൈപ്പിലാണ്. ടോപ്പിലായിട്ട് വുഡൻ ടച്ച് വരുന്ന പെയിന്റും നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസ് ആവശ്യമുള്ളപ്പോൾ എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ റൂമിന്റെ അതേ സ്പേസിൽ മുകളിലും കൊടുത്തിട്ടുണ്ട്. താഴെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ബാൽക്കണിയാണ് ഈ കാണുന്ന ബാൽക്കണി. മുകളിൽ ഓടാണ് വിരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡൈനിങ്ങിൽ എത്തിയിട്ടുള്ളത്. ഈ കാണുന്ന ഡോറ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ്. ഈ ഒരു സൈഡിലാണ് കോമൺ ബാത്റൂം നൽകിയിട്ടുള്ളത്. ബാത്റൂമിന്റെ ഈ ഒരു സൈഡിൽ കാണുന്ന ഡോറും ഓപ്പൺ ടെറസിലേക്കാണ്. ഇവിടെയാണ് അലക്കിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. താഴെ ടൈലും നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഡൈനിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ. ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് വരുമ്പോൾ നേരെ കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ബ്ലാക്ക്, വൈറ്റ്, വുഡ് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് അതിവിശാലമായിട്ടുള്ള കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ കിച്ചൺ ആയതുകൊണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓവണ്, കിച്ചണ് ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണുന്നത് ക്രോക്കറി ഷെൽഫാണ്. ഗ്ലാസിന്റെ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഉള്ളിലായിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന്റെ സെന്ററിലാണ് വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. അതിൽ കർട്ടൻ നൽകിയിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള കർട്ടൺ ആണ് നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന്റെ വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂവർ ഡിസൈനിങ്ങും നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. PVCയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 രീതിയിലാണ് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കിച്ചണിൽ സ്റ്റോർ റൂം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. PVCയിലാണ് സ്റ്റോറേജ് സ്പേസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്കുള്ള ഓപ്പൺ വിൻഡോസ് ആണിത്. ഇവിടെ കർട്ടൻ നൽകിയിട്ടുണ്ട്. സെൻട്രലായിട്ട് പ്ലാന്റോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് വരുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വിൻഡോസ് ആണിത്. കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തായിട്ടും ലൂവർ ഡിസൈനിങ് നൽകിയിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ടും നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് സിങ്ക് നൽകിയിട്ടുള്ളത്. ഈ വീടിന്റെ സിങ്കും വാഷ് ബേസും ഒക്കെ കോയമ്പത്തൂരിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള സിങ്കാണ്. സിങ്കിനോട് ചേർന്നിട്ട് തന്നെ ഗ്ലാസിന്റെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കിച്ചണിന്റെ ഈ ഒരു സൈഡിലാണ് വിറകടുപ്പ് നൽകിയിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈൽസ് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വെന്റിലേഷൻ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഡോറ് പുറത്തേക്കുള്ള ഡോറാണ്. വീടിൻ്റെ എല്ലാ വർക്കുകളും ഉൾപ്പെടെ 28 ലക്ഷത്തോളമാണ് വീടിന് എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. സൈഫുദ്ദീൻ്റെ എഫേർട്ടാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.